മലയാളം ബിഗ് ബോസ് സീസണിൽ നമ്മുടെ രേണുസുതി ഷാനവാസിനോടും നൂറയോടും പറയുകയാണ്, എനിക്കെൻ്റെ രേണുചേട്ടനായിരുന്നു എല്ലാം. രേണുചേട്ടൻ നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്കിപ്പോൾ അതിൻ്റെ വില മനസ്സിലായത്. ഞാൻ പള്ളിയിലായിരിക്കുമ്പോഴും ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എന്നെ ഫോണിൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. ഫോൺ എടുത്തു കഴിയുമ്പോൾ എന്താ മോളെ നീ എവിടെയാണ്, ചക്കരെ പൊന്നെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോഴെനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഞാൻ സുധിച്ചേട്ടനോട് ചീത്ത പറയുകയൊക്കെ ചെയ്യും. എപ്പോഴും എന്തിനാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പള്ളിയിലൊക്കെ ആയിരിക്കുന്ന സമയത്തും എന്നെ വിളിക്കുമ്പോൾ എനിക്ക് വലിയ ദേഷ്യമാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴാണ് ആ വിളീൻ്റെയൊക്കെ ഒരു വിഷമം എനിക്ക് വരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരെന്നെ ഇങ്ങനെ വിളിക്കില്ല. എന്നെ വിളിക്കാനും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും എൻ്റെ ലൈഫിൽ എൻ്റെ സുധിച്ചേട്ടൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു പങ്കാളി എന്ന് പറയുന്നത് ഒരു വലിയൊരു നമ്മുടെ ജീവിതത്തിലെ ഭാഗമാണ്. ആ പങ്കാളി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. നമുക്ക് ഇനി എത്ര പങ്കാളികൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ പങ്കാളിക്ക് പകരമാകില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് എൻ്റെ സുധിച്ചേട്ടൻ തന്നെയാണ്. സുധിച്ചേട്ടൻ്റെ വില ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്.